സർ, ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനയുടെ പിൻഗാമി ആരാണ്? വലിയ ചർച്ചാ വിഷയമാണ്. ഇപ്പം മകൻ മുജ്തബ ഖമനി തന്നെ പിൻഗാമിയായിട്ട് വരുമെന്നാണ് കേൾക്കുന്നത്. അതാണോ സംഭവിക്കുക? മുജ്തബ ഹുസൈനി ഖമനയെ അവിടെ പിൻഗാമിയായി തന്നെ തിരഞ്ഞെടുത്തു. പണ്ഡിത സഭയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. 88 അംഗങ്ങളുള്ള പണ്ഡിത സഭയാണ്. പണ്ഡിത സഭ കഴിഞ്ഞ ദിവസം ചേരുമ്പോൾ ആ മറ്റേ കെട്ടിടത്തിന് നേർക്കും ഇസ്രയേലിൻ്റെ ആക്രമണം ഉണ്ടായിരുന്നതായിട്ട് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ചില പണ്ഡിതന്മാർ കൊല്ലപ്പെട്ടതായിട്ട് വന്നിരുന്നു. ഖോമിലും ഈ പണ്ഡിതന്മാർ സാധാരണ കൂടിച്ചേരാറില്ല. കെട്ടിടത്തിൽ നിന്ന് നേരെ ആക്രമണം ഉണ്ടായെന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് ഇറാൻ വ്യക്തമാക്കി അതൊരു പഴയ കെട്ടിടമായിരുന്നു, അവിടെയൊന്നും അല്ലായിരുന്നു പണ്ഡിതന്മാർ. ഇപ്പോൾ മറ്റേ ഇസ്രയേൽ തന്നെ സ്ഥിരീകരിച്ചു മുജ്തബയെ പിൻഗാമിയായിട്ട് തിരഞ്ഞെടുത്തു എന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഖമനയുടെ ഭാര്യയും കൊല്ലപ്പെട്ടിരുന്നു, മൻസൂറ ഖോജാവേദ് ബഗർ സാധെ. മറ്റേ കുടുംബാംഗങ്ങൾ പലരും കൊല്ലപ്പെട്ടല്ലോ. ആ കൂട്ടത്തിൽ ഈ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും മുജ്തബയുടെ ഭാര്യയും കൊല്ലപ്പെട്ടിരുന്നു എന്നിപ്പോൾ ഈ പിൻഗാമിയായ ശേഷമുള്ള വാർത്തകളിൽ പറയുന്നുണ്ട്. മറ്റേ മകളുടെ കുട്ടി, ഭർത്താവ്, മരുമകൻ എല്ലാവരും മരിച്ചിരുന്നല്ലോ. ഭാര്യ പിന്നീട് പരിക്കേറ്റ് കൊല്ലപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ 3 അംഗ സമിതിയെ ഈ ഖമനയും കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോൾ തൽക്കാല ഭരണത്തിന് തിരഞ്ഞെടുത്തിരുന്നു. ആയത്തുള്ള അലി അറാഫി ആയിരുന്നു ആ കൂട്ടത്തിൽ ഈ മതപണ്ഡിതനായിട്ടുള്ള ആൾ. പിന്നെ പെസഷ്കിയൻ പ്രസിഡന്റ്, ചീഫ് ജസ്റ്റിസ് ഗുലാം ഹുസൈൻ മൊക്സാനി AG. അതൊരു താൽക്കാലിക സഭ മാത്രമായിരുന്നു. ഇനി മുജ്തബയാണ് ഉത്തരവൊക്കെ കൊടുക്കുന്നത്. അത് തുടങ്ങിയതായിട്ട് റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്. ഖമനയുടെ ഖബറടക്കം കഴിഞ്ഞിട്ടില്ല. അത് വലിയ ഗംഭീരമായിട്ട് നടത്തും എന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. മഷാദിൽ, അതായത് അദ്ദേഹം ജനിച്ച സ്ഥലത്ത് തന്നെ നടത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് അറിയിക്കുന്ന വിധത്തിൽ തന്നെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആയത്തുള്ള അല്ലെങ്കിൽ പോലും മുജ്തബ പിൻഗാമിയാകുന്നതിൻ്റെ പിന്നിൽ IRGC വരേണ്യ പട്ടാളത്തിൻ്റെ സമ്മർദ്ദമാണെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. അല്ലെങ്കിൽ ഈ അലി റീസ അറാഫിയെ തന്നെ പിൻഗാമിയായിട്ട് എടുക്കാമായിരുന്നു. അയാൾക്ക് പക്ഷെ രാഷ്ട്രീയ പരിചയം തീരെ ഇല്ല. മുജ്തബയെ പറ്റി നേരത്തെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നതാണ്. മുജ്തബയുടെ ബിസിനസ് സാമ്രാജ്യത്തിനെ പറ്റി, ലണ്ടനിലും സ്വിറ്റ്സർലൻഡിലുമുള്ള കെട്ടിടങ്ങൾ, ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറ്റി നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ബാപ്പയേക്കാൾ തീവ്രവാദിയാണ് മുജ്തബ, അങ്ങനെയാണ് കാണുന്നത്. അത് 2019 നവംബറിൽ അമേരിക്കയുടെ ട്രഷറി വകുപ്പ് ഈ മുജ്തബയ്ക്കെതിരെയും ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. അതായത് പദവി ഇല്ലാതെ തന്നെ അധികാരത്തിൽ ഇടപെടുന്നു എന്ന് പറഞ്ഞാൽ ഖമനയുടെ ഓഫീസിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ ഭരിച്ചിരുന്നത് മുജ്തബ ആയിരുന്നു. പട്ടാളവുമായിട്ട് വലിയ ബന്ധം ആണ്. കാരണം 1979 വിപ്ലവകാലത്ത് പിന്നെ ഇറാഖ് യുദ്ധത്തിലെ പിന്നെ ഹബീബ് ബറ്റാലിയനിൽ ഒരു ഭടനായിട്ട് പോരാടിയിരുന്നു മുജ്തബ. അപ്പോൾ ഹബീബ് ബറ്റാലിയനിൽ ഉണ്ടായിരുന്നത് കൊണ്ട് പട്ടാളക്കാരുമായിട്ട് നല്ല അടുപ്പമാണ്. ചില ഉത്തരവാദിത്തങ്ങൾ മകനെ ഖമനയി ഏൽപ്പിച്ചിരുന്നു. പദവിയൊന്നും അവിടെ ഇല്ലായിരുന്നെങ്കിലും, ഉദാഹരണത്തിന് ഖുദ്സ് ഫോഴ്സ് ഇല്ലേ, പട്ടാളത്തിൻ്റെ തന്നെ വരേണ്യ വിഭാഗം, ഖുദ്സ് ഫോഴ്സ് കമാൻഡേഴ്സിനെയൊക്കെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നത് ഖുദ്സ് ഫോഴ്സാണ്. പലയിടത്തും പല കച്ചവടങ്ങളുമൊക്കെ നടത്തുന്നത്. എണ്ണ കച്ചവടത്തിൻ്റെ വരുമാനം കുറേ കൊണ്ടുപോയി സിറിയയിൽ ഇടുന്നതുമൊക്കെ ഖുദ്സ് ഫോഴ്സിൻ്റെ പരിപാടിയായിരുന്നു. പിന്നെ ബാസിജ് മിലിഷ്യ, അർദ്ധസൈനിക വിഭാഗം, അതിനെ നയിക്കുന്നതുമൊക്കെ ഇയാളുടെ ജോലിയായിരുന്നു. ലണ്ടനിൽ, സ്വിറ്റ്സർലൻഡിൽ, ലെക്റ്റൻസ്റ്റൈൻ, ആ ചെറിയ രാജ്യം, കുറച്ച് 10-25,000 പേര് മാത്രമുള്ള ടാക്സ് ഹേവൻ ഒക്കെ ആയിട്ടുള്ള ലെക്റ്റൻസ്റ്റൈനിലും സ്വത്തുണ്ട്, ബാങ്ക് അക്കൗണ്ട് ഉണ്ട് എന്നാണ്
മറ്റേ ബ്ലൂംബെർഗ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഇത് മൊസാദ് ഇയാളെ പിൻഗാമിയാക്കിയ ഉടനെ മൊസാദ് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അയാളുടെ വിധി നേരത്തെ തീരുമാനിക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ തട്ടിക്കളയും താമസിയാതെ. മൊസാദിൻ്റെ ഭീഷണിയുണ്ട്. പിൻഗാമി ആകാൻ സാധ്യതയുള്ള ആളുകളുടെ മുഴുവൻ ചിത്രങ്ങളും പേരും മൊസാദ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒന്നൊന്നായി തട്ടിക്കളയുന്നുള്ളതാണ്. ഇനി ഇയാൾ കഴിഞ്ഞാൽ അടുത്ത പിൻഗാമി എന്ന് തുടങ്ങി കുറേ ആളുകളുടെ ചിത്രങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ മഷാദിൽ 1969 മോജ്തബ ജനിച്ചത്. ഈ പൊതുവെ ഷിയകൾ ഈ കുടുംബ പൈതൃകം ഉണ്ടല്ലോ, അതിനെ അനുകൂലിക്കുന്നവരല്ല. അപ്പം അതുകൊണ്ട് ഒരു ബാപ്പയുടെ മകൻ തന്നെ പിൻഗാമിയാവുന്നതിൽ ഷിയാകൾക്ക് വലിയ താല്പര്യമില്ല, എതിർപ്പുണ്ട്. കാരണം ആ പിൻഗാമിത്വം മറ്റേ അലി 4ാം ഖലീഫ ആവുമ്പോഴും ഒന്നും അങ്ങനെയല്ലല്ലോ അത്. കാരണം അലിയെ ആദ്യത്തെ ഖലീഫ ആക്കിയതുമില്ലല്ലോ, അബൂബക്കറിനെ അല്ലേ ആക്കിയത്. അപ്പൊ ഷിയാകൾക്ക് അങ്ങനെ ഒരു പാരമ്പര്യത്തിൽ വിശ്വാസമില്ല. അങ്ങനെ ഒരു പിൻഗാമിയായി വരുന്നത് വലിയ കാര്യമായിട്ടും അവർ കാണുന്നില്ല. ഭാര്യയുടെ പേര് സഹറ ഹദദ് അദേൽ എന്നാണ്, കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ. അവർ അവിടെ സ്പീക്കറായിരുന്ന ഗുലാം അലി ഹദദ് അദലിൻ്റെ മകളാണ്. എന്ന് പറഞ്ഞാൽ വലിയ രാഷ്ട്രീയ കുടുംബത്തിൽ നിന്നാണ് ഈ മുജ്തബയുടെ ഭാര്യ സഹറ വരുന്നത്. 2004 അവരുടെ നിക്കാഹ്. 3 കുട്ടികളാണ് അവർക്കുള്ളത്. ഈ ലണ്ടനിലെ ഇയാളുടെ സ്വത്തിന് $138 മില്യൺ വരും എന്നാണ് ബ്ലൂംബെർഗ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. മോജ്തബയുടെ പേര് പിൻഗാമിയായിട്ട് ഖമനേയി നിർദ്ദേശിച്ചിരുന്നതല്ല എന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. പക്ഷേ യുദ്ധകാല തുടർച്ചയായിട്ട് മോജ്തബയെ നിർദ്ദേശിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. അവിടെ അലവി ഹൈസ്കൂളിൽ ആണ് ആദ്യം പഠിച്ചത് നാട്ടിൽ. അത് കഴിഞ്ഞ് ഖോമിൽ സെമിനാരികളുണ്ടല്ലോ, മതപഠന കേന്ദ്രത്തിൽ പഠിച്ചു. ഇതാണ് മുജ്തബയുടെ പൊതുവെയുള്ള വിവരങ്ങൾ. ഈ മുജ്തബ എന്ന് പറയുന്നത് 1000 കോടിയോളം രൂപയുടെ ആസ്തിയുള്ള ആളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഈ ഇദ്ദേഹത്തിന് ഇപ്പോൾ അയത്തുള്ള അലി ഖമനേയ്ക്ക് 9 ലക്ഷം കോടി രൂപയുടെ ആസ്തി ഉണ്ടെന്നൊക്കെയാണ്. അപ്പോൾ ഇത്രയും വലിയ സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്ന ആളാണ് പരമോന്നത നേതാവ്. അത് വലിയ അപകടകരമല്ലേ? അത് അപകടകരമാണോ എന്ന് ചോദിച്ചാൽ, ഞാനത് നോക്കിയപ്പോൾ എക്സ്പോഷർ ഉണ്ടല്ലോ, ലോകവുമായിട്ടൊക്കെ ബന്ധമുണ്ടല്ലോ. ലണ്ടനിലും സ്വിറ്റ്സർലൻഡിലും ലിക്സ്റ്റൻസ്റ്റീനിലും ഒക്കെ സ്വത്തുമൊക്കെ ഉണ്ടെങ്കിലേ കുറച്ചൊക്കെ പടിഞ്ഞാറുമൊക്കെ ആയിട്ടൊരു ബന്ധം ഉണ്ട്. പിന്നെ ഇങ്ങേരുടെ ബിനാമി ആയിട്ട് അവിടെ ഒരു വലിയ വ്യവസായി, ഷിപ്പിംഗ് ടൈക്കോൺ ഇല്ലേ, എണ്ണക്കച്ചവടമൊക്കെ നടത്തുന്ന ഒരാൾ, അയാളുടെ ഇടനിലക്കാരനായിട്ടാണ് മുജ്തബ പലയിടത്തും സ്വത്ത് വാങ്ങിക്കൂട്ടിയിരിക്കുന്നതും പണം നിക്ഷേപിച്ചിരിക്കുന്നതും കച്ചവടം നടത്തുന്നതും എന്നൊക്കെ റിപ്പോർട്ടുകളിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കച്ചവടത്തിലുമൊക്കെ പങ്കെടുക്കുന്ന ഒരാളാണ് മുജ്തബ. കച്ചവടത്തിൽ പങ്കെടുക്കുന്നതിൽ കൊണ്ടുള്ളൊരു ഗുണം, ഈ കച്ചവടം നടക്കണമെന്നുണ്ടെങ്കിൽ സമാധാനം വേണമല്ലോ, സ്വത്തുണ്ടാക്കാനും പണം ഉണ്ടാക്കാനും ഒക്കെ. അപ്പോൾ കുറച്ച് ഖമനേയി ഈ മതരാഷ്ട്രവാദിയും മതതീവ്രവാദിയും ഒക്കെ ആയിരുന്നല്ലോ. അത്രയും ആ കാര്യത്തിൽ ഒരു കടുംപിടുത്തം ചിലപ്പോൾ മുജ്തബയ്ക്ക് ഉണ്ടാകണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ സ്ഥാനത്ത് അധികകാലം അല്ലെങ്കിൽ തന്നെ തുടരണമെന്നില്ല. പിന്നെ മൊസാദ് പറഞ്ഞിട്ടുണ്ട് തട്ടിക്കളയും എന്ന് ഇപ്പം തന്നെ മുന്നറിയിപ്പും ഉണ്ട്. അപ്പോൾ ഇത് മുജ്തബ തുടർന്നാൽ ചിലപ്പോൾ ബാപ്പയേക്കാൾ അപകടകാരിയുമാകാം. കാരണം കച്ചവടം വലിയ തോതിൽ നടത്തുന്നതാണ്, തീവ്രവാദിയാണ് എന്നും പറയുന്നുണ്ട്. നീ കച്ചവടം നടത്തണമെന്നുള്ളത് കൊണ്ട് വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവുമോ എന്ന് ചോദിച്ചാൽ ഇറാനിൽ അതിന് സാധ്യത വളരെ കുറവല്ലേ. ഇങ്ങനൊരു മതരാഷ്ട്രമായി തുടരുവോളം അതിന് സാധ്യത കുറവാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ
ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.